ജനകീയ കോടതിയിൽ വന്നിരുന്ന് മൈത്രേയൻ പറഞ്ഞ പല അഭിപ്രായങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിവാദ പരാമർശങ്ങൾക്ക് ശേഷം മൈത്രേയൻ ശ്രദ്ധേയനാകുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. ആധുനിക മനുഷ്യനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മൈത്രേയൻ ഇത്തവണ നടത്തിയ ചർച്ചയിൽ ലഹരിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും രാജ്യസ്നേഹത്തെ പറ്റിയുമൊക്കെ പരാമർശിക്കുന്നുണ്ട്. എന്താണ് ശരിക്കും മൈത്രേയന്റെ ലോകവീക്ഷണം? അയാൾ പറഞ്ഞ കാര്യങ്ങളിൽ എത്രമാത്രം കഴമ്പുണ്ട്? പരിശോധിക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ. കേരളത്തിൽ ഉയർന്നുവരുന്ന സിന്തറ്റിക് ഡ്രഗുകളുടെ ഉപയോഗത്തിന് മൈത്രേയൻ നൽകുന്ന പരിഹാരം നിരോധനമല്ല, മറിച്ച് നിയന്ത്രിത ഉപയോഗമാണ്. അല്പമെങ്കിലും വിവരമുള്ളവരാണെങ്കിൽ അതങ്ങനെ തന്നെ ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണത്? നിരോധിക്കുന്ന ഒന്നും തന്നെ ലോകത്തില്ലാതാകത്തില്ല. അത് രഹസ്യമായ ഒരു ലോകം ഉൽപ്പാദിപ്പിക്കും. മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങളാണ്, അല്ലാതെ ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയൊന്നുമല്ല. മയക്കുമരുന്നുകളെന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിൽ തന്നെ നമ്മുടെ ഒരു റെഫറൻസിലെടുത്താൽ പോലും ഒരു 50,000 വർഷമെങ്കിലും ആയിട്ടുണ്ട്. പല സാധനങ്ങൾ ഉപയോഗിക്കുന്ന കണ്ട് ജീവികളുമൊക്കെ അത്തരത്തിലുള്ള സാധനങ്ങൾ തിന്നുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പം റിച്വലൈസ് ചെയ്തിട്ട് എല്ലാ ഗോത്രങ്ങളും ഇത് ഉപയോഗിക്കുന്നവരുമാണ്. വർഷത്തിലൊരിക്കലെങ്കിലും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഈ മനുഷ്യരുടെ ബോധത്തിനകത്ത് മാറ്റം ഉണ്ടാക്കുന്ന നിലവാരത്തിലുള്ള അനുഭവം തരുന്നതാണ്. അതിന് ഈ സ്പിരിച്വൽ എന്ന് പറയുന്ന മേഖലയ്ക്കകത്ത് വലിയ കണക്ഷനുണ്ട്. അപ്പോൾ ഈ ഷാമാൻസ് എന്ന് നമ്മൾ പറയുന്നവർ, മന്ത്രവാദികളെന്ന് പറയുന്നവർ, സന്യാസികളെന്ന് പറയുന്നവർ ഒക്കെ ഇത് പലതരത്തിൽ ഉപയോഗിക്കുകയും എന്നിട്ട് ഈ വേറൊരു ബോധരൂപീകരണത്തിനകത്തൂടെ അവർക്ക് ചില കാഴ്ചകൾ കിട്ടും. ഇവിടെ മൈത്രേയൻ പറയുന്നതിൽ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ തരത്തിലുമുള്ള ലഹരികളെ ജനറലൈസ് ചെയ്ത് ലീഗലൈസ് ചെയ്യണമെന്ന് പറയുന്നതാണ്. മദ്യവും പുകയിലയും കഞ്ചാവും കൊക്കൈനും മെത്താംഫെറ്റമിനും LSDയും എല്ലാം ചേർത്ത് നമ്മൾ ലഹരി എന്ന ഒറ്റ വാക്കിൽ വിളിക്കുമെങ്കിലും ഇവയെല്ലാം ശരീരത്തിൽ പ്രവർത്തിക്കുന്ന രീതിയും അതിൻ്റെ എല്ലാം പ്രത്യാഘാതങ്ങളും ഒന്നല്ല. ഉദാഹരണത്തിന് സൈക്കഡെലിക്സ് എന്നൊരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സിനെ പറ്റി ഞാൻ ഈ ചാനലിൽ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. LSD, സൈലോസൈബിൻ, DMT തുടങ്ങിയ ലഹരികൾ സൈക്കഡെലിക് വിഭാഗത്തിൽ വരുന്നവയാണ്. താരതമ്യേന ഫിസിയോളജിക്കൽ അഡിക്ഷൻ ഉണ്ടാക്കാത്തതും PTSD, ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ മാനസിക രോഗങ്ങൾക്ക് മരുന്നായി ഉപയോഗിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളതുമായ ഈ ലഹരികളെ കോൺഷ്യസ്നസ് ആൾട്ടറിംഗ് ഡ്രഗ്സ് എന്നാണ് വിളിക്കാറുള്ളത്. പല രാജ്യങ്ങളും ഗവേഷണാവശ്യങ്ങൾക്ക് വേണ്ടി സൈക്കഡെലിക്സ് ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. മൈത്രേയൻ പറയുന്ന ഷാമനിസം അല്ലെങ്കിൽ സ്പിരിച്വൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാകൃത മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ലഹരികൾ അധികവും ഈ സൈക്കഡെലിക്കുകൾ തന്നെയാണ്. കേരളത്തിൽ പലയിടത്തും MDMA എന്ന സൈക്കഡെലിക്കിന്റെ പേരിൽ വിൽക്കപ്പെടുന്നത് മെത്താംഫെറ്റമിൻ അല്ലെങ്കിൽ ക്രിസ്റ്റൽ മെത്ത് എന്ന് വിളിക്കപ്പെടുന്ന ലഹരിയാണെന്ന് റിപ്പോർട്ടുകൾ വായിച്ചിട്ടുണ്ട്. MDMA ടാബ്ലറ്റ്സിൽ പലപ്പോഴും എഫെഡ്രിൻ, ആംഫെറ്റമിൻ, മെത്താംഫെറ്റമിൻ തുടങ്ങിയ ലഹരികളുടെ സാന്നിധ്യം കാണാൻ കഴിയും. മെത്താംഫെറ്റമിൻ സൈക്കഡെലിക്കുകൾ പോലെയല്ല, അത് ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലന്റ് ആണ്. വലിയ തോതിൽ അഡിക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഡ്രഗാണ് മെത്താംഫെറ്റമിൻ. ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ ജനിതക ഘടന വരെ മാറിയതായും ഇറിവേഴ്സിബിൾ ബ്രെയിൻ ഡാമേജ് ഉണ്ടാകുന്നതായും പറയുന്ന ഒരുപാട് പഠനങ്ങളുണ്ട്. ഇവിടെ മൈത്രേയൻ ലഹരിയെ ജനറലൈസ് ചെയ്ത് ലീഗലൈസ് ചെയ്യണമെന്ന് പറയുമ്പോഴുള്ള അപകടം ഈ ലഹരികളുടെ എല്ലാം പ്രത്യാഘാതത്തിൽ വ്യത്യാസമുണ്ട് എന്നത് തന്നെയാണ്. എല്ലാ ലഹരികളുടെയും അഡിക്ഷൻ പൊട്ടൻഷ്യലും അവ ശരീരത്തെ ബാധിക്കുന്ന രീതിയും ഒരേപോലെ ആവണമെന്നില്ല. അത് തലച്ചോറിൽ ആക്ട് ചെയ്യുന്ന ന്യൂറൽ പാത്വേസിലും വ്യത്യാസമുണ്ടാകാം. അതുകൊണ്ട് കഞ്ചാവ് ലീഗലൈസ് ചെയ്യുന്നതിന്റെ അതേ ലാഘവത്തിൽ കൊക്കൈനും ഹെറോയിനും മെത്തും ലീഗലൈസ് ചെയ്താൽ അതൊരു സാമൂഹിക വിപത്തായി മാറാം. നിയന്ത്രിതമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കണമെന്നൊരു വാദം കൂടി മൈത്രേയൻ പറയുന്നുണ്ട്. വീണ്ടും ലഹരികളുടെ അഡിക്ഷൻ പൊട്ടൻഷ്യലിനെ ഗൗനിക്കാതെയുള്ള ഒരു വാദമാണിത്. മെത്ത്, ഹെറോയിൻ, കൊക്കൈൻ തുടങ്ങിയ ലഹരികൾ മനുഷ്യർ ഡിസിഷൻ മേക്കിങ്ങിനും പ്ലാനിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്ന പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനെ സാരമായി ബാധിക്കുമെന്ന് പല പഠനങ്ങളും കാണിക്കുന്നുണ്ട്. മെത്ത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കുന്നത് അത് അയാളുടെ ചോയ്സ് ആയതുകൊണ്ട് മാത്രമല്ല, ആ ലഹരിയുടെ അഡിക്ഷനിൽ എടുക്കുന്ന തീരുമാനം അയാൾ യുക്തിസഹജമായി ചിന്തിച്ചെടുക്കുന്ന ഒരു ചോയ്സ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അഡിക്ഷനെ ഒരു മാനസിക രോഗമായി തന്നെ കണ്ട് ചികിത്സിക്കുന്നത്. ലഹരിയെക്കുറിച്ചുള്ള മൈത്രേയന്റെ ലോകവീക്ഷണം ഒരു ഉട്ടോപ്യൻ സമൂഹത്തിൽ പ്രാവർത്തികമാകുമായിരിക്കാം. മൈത്രേയൻ ചിന്തിക്കുന്ന ഇതേ ലോജിക്ക് വെച്ചുകൊണ്ട് തന്നെ, അതായത് വ്യക്തികൾക്ക് ചോയ്സ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന ലോജിക്ക് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നിയമങ്ങളും ഭരണഘടനയും ഒന്നുമില്ലാത്തൊരു സമൂഹവും ചിന്തിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ചിന്തിച്ച് വിവേകപൂർവ്വം തീരുമാനമെടുക്കുന്ന ഒരു സമൂഹത്തിൽ ഈ നിയമങ്ങളുടെ ഒന്നും ഒരു ആവശ്യമില്ല. എല്ലാ ആളുകളും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മുമ്പോട്ട് പോകും. പക്ഷേ റിയാലിറ്റി അതല്ല. ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ നമുക്ക് ചുറ്റും നടക്കുന്ന പലതും നമ്മളെ അറിഞ്ഞും അറിയാതെയും സ്വാധീനിക്കുന്നുണ്ട്. നിയമങ്ങളും നിരോധനങ്ങളും പല ഘട്ടത്തിലും അത്യാവശ്യമാണ്. ലഹരിയുടെ കാര്യത്തിലുള്ള സോ കോൾഡ് ഫ്രീഡം ഓഫ് ചോയ്സ് ഒരു ഉട്ടോപ്യൻ ലോകത്തിലേക്ക് നയിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സമൂഹത്തെ ഒരു അനാർക്കിയിലേക്കും നയിക്കാം. മൈത്രേയൻ അവകാശപ്പെടുന്നത് പോലെ ഇത്രമാത്രം യുക്തിസഹജമായി ചിന്തിക്കാനുള്ള കഴിവ് എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മൈത്രേയൻ പറയുന്ന വ്യക്തികളുടെ ചോയ്സ് അല്ലെങ്കിൽ അവന് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഇത് ആ വ്യക്തിയുടെ ജനിതക ഘടന മുതൽ അവൻ ജീവിച്ചു വളരുന്ന ചുറ്റുപാട്, അവന്റെ സൗഹൃദം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മൈത്രേയന്റെ ലഹരിയെക്കുറിച്ചുള്ള ലോകവീക്ഷണം അപ്രായോഗികമാണെന്ന് മാത്രമല്ല പക്വതയില്ലാത്തൊരു ചിന്ത കൂടിയാണ്.
ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ക്രൈമിന്റെ കണക്ക് ചോദിക്കുമ്പോൾ വാഹനാപകടത്തിൽ ആളുകൾ മരിക്കുന്നില്ലേ, അതുകൊണ്ട് ആരെങ്കിലും വണ്ടി ഓടിക്കാതിരിക്കുന്നുണ്ടോ തുടങ്ങിയ മുടന്തൻ ന്യായങ്ങളാണ് മൈത്രേയ മുമ്പോട്ട് വയ്ക്കുന്നത്. ആധുനിക മനുഷ്യനെന്ന് സ്വയം അവകാശപ്പെടുമ്പോൾ പോലും ശാസ്ത്രീയമായ തെളിവുകളെ പരിഗണിക്കാതെ തനിക്ക് വേണ്ടത് മാത്രം സ്വീകരിക്കുന്ന ഒരു പ്രവണത പലപ്പോഴായി മൈത്രേയൻ കാട്ടുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി എനിക്കെല്ലാം അറിയാം, നിങ്ങളെല്ലാവരും മണ്ടന്മാരാണ് എന്നൊരു ധ്വനിയാണ് വീണ്ടും വീണ്ടും അയാളുടെ സംഭാഷണങ്ങളിൽ കാണുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പല വിഷയങ്ങളിലും മൈത്രേയനുമായി സംഭാഷണം നടത്താൻ പലർക്കും ബുദ്ധിമുട്ടുള്ളതും. അത് അയാളുടെ ആശയത്തിന്റെ പ്രശ്നമല്ല, അയാളുടെ വ്യക്തിത്വത്തിന്റെ പ്രശ്നമാണ്. ലഹരിയുടെ വിഷയത്തിൽ മൈത്രേയന്റെ ലോകവീക്ഷണം കഴമ്പില്ലാത്തതാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക.